ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുത്തബ് മിനാർ കാണാൻ വേണ്ടി പോവാണ്. കുത്തബ് മിനാർ കാണാൻ വേണ്ടി ഞാനിവിടെ എത്തി. ഓൺലൈനായിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് കുത്തബ് മിനാറിൻ്റെ പുറമേയുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുത്തബ് മിനാറിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടുകാരും ഉണ്ട്, പുറമേയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സോ അതങ്ങനെ കാണാം, നമുക്ക് കുത്തബ് മിനാർ കാണാം. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ്, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. സോ നമുക്ക് കുത്തബ് മിനാറിലേക്ക് പോകാം. നല്ല അടിപൊളി എന്താ ചെയ്യുക, ഗാർഡനിങ് ഒക്കെ ചെയ്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട്. പഴയ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അതുപോലെ ഇവിടെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പഴയ ബിൽഡിങ്, കല്ല്, മറ്റേ നമ്മുടെ ഈ പാറക്കല്ലില്ല, ആ കല്ല് കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. പഴയ ഒരു സ്ഥലമാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. സോ ആ കുത്തബ് മിനാറിൻ്റെ ഒരു ചെറിയ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, സോ നമ്മൾ അങ്ങനെ കുത്തബ് മിനാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കുത്തബ് മിനാർ 1100-ാം ആണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. കുത്തബ് മിനാർ ഉണ്ടാക്കിയ വ്യക്തി കുത്തുബുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഡൽഹി ഭരിച്ച ഒരു രാജാവാണ് കുത്തുബുദ്ദീൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഗോറി സാമ്രാജ്യമുണ്ട്, അതായത് അഫ്ഗാനിസ്ഥാനിലൊക്കെയുള്ള ഗോറി സാമ്രാജ്യം. ആ ഗോറി സാമ്രാജ്യം അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇതേപോലുള്ള മിനാർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ മുമ്പ് ഇതേപോലുള്ള മിനാറുകൾ അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് ഇവിടെ ഇതേപോലുള്ള ഒരു കുത്തബ് മിനാർ നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. ഏകദേശം 72.5 മീറ്റർ ഉയരമുണ്ട് ഇതിന്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഒരു ഗോപുരമാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിന് അകത്തേക്ക് കയറാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ കയറാൻ പറ്റില്ല. 330-ലേറെ പടികളുണ്ട് മുകളിലോട്ട് കയറാം. ഇപ്പോൾ കയറാൻ പറ്റില്ല, കാരണം 1980-കളിൽ ഒരു തിക്കിലും തിരക്കിലും പെട്ട് 10-20 കുട്ടികൾ മരണപ്പെടുകയുണ്ടായി ഇവിടെ. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് മുകളിലോട്ട് കയറിയിട്ട് കുത്തബ് മിനാറിൻ്റെ മുകളിൽ കയറിയിട്ട് കുറേ ആൾക്കാർ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്ത കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാരണമാണ് ഇപ്പോൾ മുകളിലേക്കുള്ള എൻട്രി ഇല്ല. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മാത്രമേ കാഴ്ച കാണാൻ പറ്റൂ. മുമ്പ് കുത്തബ് മിനാറിൻ്റെ അകത്ത് കയറിയ മുകളിലോട്ട് കയറാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. സോ ഇത് കൺസ്ട്രക്ഷൻ ലേ ഔട്ടാണ് കേട്ടോ, കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ ലേ ഔട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ദില്ലി സുൽത്താനായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്തോ ഇസ്ലാമിക് വാസ്തുശില്പിയാണ്. ഇന്ത്യയിലെയും ഇസ്ലാമിക്കിലെയും അറബിക്കിലെയും ഒരു ഇന്തോ ഇസ്ലാമിക് വാസ്തുശില്പിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയതിലാണ്. അതിൽ പല സ്ഥലത്തും ഖുറാനിക വചനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന അറബി വചനങ്ങളൊക്കെ ഉണ്ട്. ഇത് മുൻകാലങ്ങളിൽ പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാനിലൊക്കെ പഴയ കാലത്ത് ഇതേപോലുള്ള മിനാറുകൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഇവിടുന്ന് ഡൽഹി സുൽത്താനായിരുന്ന എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പേര് കുത്തുബുദ്ദീനാണ് ആ സമയത്ത് നിർമ്മിക്കപ്പെട്ടത്. പിന്നെ അതിനുശേഷം ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചു, ചില റിനോവേഷനുകളൊക്കെ ഉണ്ടായി. അതിനുശേഷം വന്ന രാജാക്കന്മാരൊക്കെ റിനോവേഷൻ വർക്ക് ചെയ്തു നമ്മൾ ഈ കാണുന്ന രീതിയിലെത്തി. എന്നിരുന്നാലും കുത്തബ് മിനാർ എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ഒരു മോസ്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്, ഒരു മസ്ജിദും ഉണ്ട്. പിന്നെ കണ്ട പഴയ കാലത്തെ കല്ലുകളൊക്കെ ഉണ്ട്, കല്ലുകൾ കൊണ്ട് കൊത്തിയിട്ട് അവർ നല്ലൊരു എന്താ പറയുക സ്റ്റൈലും ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാലക്രമേണ കേടുപാടുകൾ സംഭവിച്ചതാകാം. ഇതിൻ്റെ ചില റൂഫൊന്നും കാണുന്നില്ല. നല്ല പവർഫുള്ളായ കല്ലുകളൊക്കെയാണല്ലോ, ഇതൊക്കെ കയറ്റിയിട്ടാണ് മുകളിലോട്ട് കയറ്റിയിട്ടാണ് ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്നത് ഭയങ്കര കാര്യം തന്നെയാണ്. സോ ഇവിടെ വേറെയും അതുപോലത്തെ ഒരുപാട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. സോ നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് വേറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഓക്കെ.
Dinado es lagi. ഇത് കുത്തബ് മിനാറിൻ്റെ ഞാൻ അടുത്തെത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയല്ലേ, ഇഷ്ടിക നല്ല റെഡ് കളറിൽ കാണുന്നുണ്ട്. അതുപോലെ അറബി വചനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. ഉള്ളിൽ കയറാൻ പറ്റുമായിരുന്നു മുൻകാലങ്ങളിൽ, പക്ഷെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇവിടെ ഗേറ്റൊക്കെ വെച്ച് റെസ്ട്രിക്ഷനാണ്. ഇപ്പം അങ്ങനെ കയറാൻ പറ്റില്ല. കാരണം ഇന്ന് അത്രയ്ക്ക് പോപ്പുലേഷൻ ഉണ്ട്, ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവിടെ ഡെയിലി കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും കയറാൻ ആഗ്രഹം ഉണ്ടാവും. അത് തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് മുമ്പ് മരണങ്ങൾ സംഭവിച്ചത്. സോ ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ഇത് ക്ലോസ് ചെയ്തത്. അതൊരു കണക്കിന് നല്ല കാര്യം തന്നെയാണ്. സോ നമുക്കിതിൻ്റെ ബാക്ക് സൈഡൊക്കെ പോകാം. ഇവിടെ കണ്ടോ ചിലതിനൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ച ബിൽഡിങ്ങൊക്കെ ചിലതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ള് പഴയൊരു കൊട്ടാരമാണോ എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല. മിനാറെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ മുൻകാലങ്ങളിലെ രാജാക്കന്മാർ താമസിച്ചിട്ടൊന്നും അറിയില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ചില ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ല സ്റ്റൈലൻ സംഭവം തന്നെ.
അപ്പോൾ ഞാനിവിടെ ഒരു അയൺ പില്ലറുണ്ട്. ഈ അയൺ പില്ലറിനടുത്താണ് ഞാൻ വരുന്നത്. ഈ അയൺ പില്ലറുണ്ടോ നിങ്ങൾ? ഈ അയൺ പില്ലർ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ജെയിൻ ടെമ്പിളിൽ കണ്ടിട്ടുണ്ട്, ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ കണ്ടിട്ടുണ്ട്, ഹിന്ദു ടെമ്പിളിൽ കണ്ടിട്ടുണ്ട്, ഇസ്ലാം മസ്ജിദ് അവിടെയുണ്ട് അയൺ പില്ലർ. സോ ഇത് മുൻകാലങ്ങളിൽ എല്ലാ വർഷിപ്പ് കേന്ദ്രങ്ങളിലും ഈ ഒരു ടൈപ്പ് അയൺ പില്ലർ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പല ആവശ്യങ്ങൾക്ക് അന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? കോൺസെൻട്രേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ സൂര്യൻ്റെ ഇപ്പോൾ സമയം അറിയുന്നതിനാണോ അതൊന്നും നമുക്കറിയില്ല. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാം. സോ അയൺ പില്ലർ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഈ അയൺ പില്ലർ കണ്ടിട്ടുണ്ട്. സോ ഇത് കണ്ടോ നിങ്ങൾ? ഇതൊരു ഇന്ത്യൻ ഡിസൈൻ പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു അറബിക് ടച്ചും ഉണ്ട് കേട്ടോ. അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അന്നത്തെ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും അല്ലേ? അന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്ന് മെയിനായിട്ട് ജനങ്ങളുടെ ഒരു വലിയൊരു ജനങ്ങളുടെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഈ ഇങ്ങനത്തെ കോട്ടകളും ബിൽഡിങ്ങുകളൊക്കെ മൗണ്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട തൊഴിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ നമ്മളവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ നല്ല ഗാർഡൻ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക്. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. കുത്തബ് മിനാർ നമുക്കിന്ന് കവർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ലോട്ടസ് ടെമ്പിളിലേക്കും പോകാനുണ്ട്. സോ ഡൽഹിയിൽ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഞാൻ പിന്നെ കുറച്ച് ദിവസം ഒരു 1-2 ദിവസം ഞാൻ എന്താ പറയുക ഒരു 3-4 ദിവസം ഒരു ഫോട്ടോ എന്ന് വെച്ചിട്ട് കുറച്ച് സ്ലോ ആക്കി. കാരണം നമുക്ക് കാശ്മീരിലെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് ജമ്മു കാശ്മീരിൽ കാശ്മീരിലേക്ക് പോകണം. പക്ഷേ കാശ്മീരിലെ പ്രശ്നം കൊണ്ട് നമ്മൾ ഇപ്പോൾ പോയാൽ അവിടെ സിറ്റുവേഷൻ കുറച്ച് സീനായിരിക്കും. എനിവേ നമുക്ക് ഒരു കുറച്ച് ദിവസം കൂടി കാത്തു നിൽക്കാം. എന്നിട്ട് വേണം നമുക്ക് കാശ്മീരിലേക്ക് കടക്കാം. അമൃത്സർ പോയിട്ട് അമൃത്സറിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ കാശ്മീർ ജമ്മു ആണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണട്ടോ.
ഇവിടെ നിങ്ങൾ പഴയ ചില ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. പഴയ അതിൻ്റെ അവശിഷ്ടങ്ങളാണുള്ളത്, അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതിനോടൊപ്പം തന്നെ ഇവിടെ വേറെ നല്ല അടിപൊളി ഇതുകൊണ്ടാ കുത്തബ് മിനാർ നോക്കുന്നുണ്ടോ, പ്രൗഢിയോടെ നിൽക്കുന്ന കുത്തബ് മിനാർ അല്ലേ. എത്ര കുറച്ച് വർഷങ്ങളായി, 1000-ത്തിനടുത്ത് വർഷങ്ങളാവാറായില്ലേ. സോ ഇവിടെ വേറൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇതുകൊണ്ടാ ഇവിടെയൊക്കെയുള്ള പലതും കാലക്രമേണ കേടുപാടുകൾ സംഭവിച്ചാണ്. അത് കണ്ട അതിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു റൗണ്ട് ബിൽഡിങ്, റൗണ്ട് ഷേപ്പാണ്. അത് എന്താണെന്ന് മനസ്സിലായില്ല. ചിലപ്പം എന്തെങ്കിലും ആൾക്കാർ താമസിക്കുന്ന ഇടമാണോ, അല്ലെങ്കിൽ അല്ല താമസിക്കുന്ന ഇടമാവാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് ഒന്ന് അങ്ങോട്ടേക്ക് നടന്നിട്ട് നോക്കാം. ഓക്കെ, എന്താണെന്ന് സംഭവം നമുക്ക് അറിയണ്ടേ. സോ ഇവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്ഥലമാക്കി മെയിൻറ്റെയിൻ ചെയ്യാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. സോ അങ്ങനെ കുത്തബ് മിനാറിന്ന് ഞാൻ ഇറങ്ങി. ഇവിടുന്ന് ഞാൻ ഓട്ടോയിലേക്കാണ് വന്നത്. ഇവിടെ ചെറിയൊരു 20 ഉറുപ്പിക കൊടുത്താൽ നമുക്ക് മെട്രോയിലേക്ക് ഇറങ്ങാം. മെട്രോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ കൽക്കാജി മെട്രോയിലേക്ക് വന്ന് ഇറങ്ങി ഞാൻ. ഇത് വേറെ നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ രാവിലെ കുത്തബ് മിനാർ പോയി. അവിടെ നിന്ന് ഇപ്പോൾ നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക് വന്നു. കാണുന്നുണ്ട്, അതാണ് ലോട്ടസ് ടെമ്പിൾ. കൽക്കാജി മന്ദിറിൽ വന്നാൽ കൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്, ഒരു അമ്പലമുണ്ട്. വർഷിപ്പിൽ ആൾക്കാർ വരുന്നൊരു അമ്പലമുണ്ട്. ആ റോഡ് തന്നെ കുറച്ചുകൂടി സ്ട്രൈറ്റ് നടന്നാൽ നമുക്ക് ലോട്ടസ് ടെമ്പിളിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് ലോട്ടസ് ടെമ്പിൾ. വളരെ മനോഹരമായി നിർത്തിയ ലോട്ടസ് ടെമ്പിൾ. ഒരു താമരയുടെ ഒരു ഇതള് പോലെ, അത് അതിൻ്റെ താമര വിരിയുന്ന സമയമുണ്ടല്ലോ, ആ രീതിയിൽ ഉണ്ടാക്കിയതാണത്. ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോട്ടസ് ടെമ്പിളിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നങ്ങനെ വീണ്ടും വരാൻ അവസരം കിട്ടി. ദിസ് വെരി ഗ്രേറ്റ് പ്ലേസ്, വെരി ഗുഡ് പ്ലേസ്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഓൾ വർഷിപ്പേഴ്സ് പ്ലേസ് എന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ബഹായി മതം ഉണ്ടല്ലോ, ബഹായി സ്ഥാപകൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബഹായി മതമാണ് മെയിനായിട്ട്. ബഹായി മതം എന്ന് വെച്ചാൽ ഇതേപോലെ വർഷിപ്പുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇസ്രായേലിലുണ്ട്, ഇന്ത്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്, പല സ്ഥലത്തുണ്ട്. അതായത് മതം കൊണ്ട് വ്യത്യസ്ത മതങ്ങളുണ്ട്. പക്ഷേ ഈ മതം പലപ്പോഴും പ്രശ്നങ്ങളായിട്ടും വരാറുണ്ട് അല്ലേ. നമ്മൾ ഈ വർഗീയ കലാപം എന്നൊക്കെ പറയുന്നത് മെയിനായിട്ട് ഈ മതം കൊണ്ടുള്ള പ്രശ്നം തന്നെയാണ്. മതം മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുന്നതോടൊപ്പം തന്നെ വ്യത്യസ്തമായി നിലനിർത്തുന്നതിനും അത് പോരാട്ടങ്ങൾക്കും യുദ്ധങ്ങൾക്കൊക്കെ കാലം വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബഹായി സ്ഥാപകനായ അദ്ദേഹം ചിന്തിച്ചത് എല്ലാ മതങ്ങൾക്കും കൂടി സമാധാനത്തോടുകൂടി വർഷിപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം. ബഹായി അങ്ങനെയാണ് മെയിനായിട്ട് സെൻറ്ററുകൾ. അവിടെ എല്ലാ മതങ്ങൾക്കും പോയി അവരുടെ രീതിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്ന മതം എന്നില്ല, എല്ലാ മതങ്ങളിലും കൂടിയുള്ള ഒരു സ്ഥലമാണ് ബഹായി സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ മതങ്ങൾക്കും പോയി അവരുടെ രീതിയിൽ പ്രാർത്ഥിക്കാം, സമാധാനമായി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് ബഹായി. സോ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. അകത്ത് മിക്കവാറും വീഡിയോഗ്രാഫി ചിലപ്പം വീഡിയോ എടുക്കാൻ അവർ അനുവദിക്കില്ല. സോ എനിവേ നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല പ്രാവുകളും പക്ഷികളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കേട്ടോ, നല്ല അടിപൊളി വ്യൂ പോയിന്റ്, നല്ല അടിപൊളി ഇതാക്കി. പിന്നെ ആ മരങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ തെങ്ങ് കണ്ട നിങ്ങൾ. പിന്നെ ഇവിടെ ഫ്ലവർ ഒക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലവറൊക്കെ ചെയ്ത് ഗാർഡനും ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലേ ഔട്ടൊക്കെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറം വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. ഗാർഡനൊക്കെ ചെയ്ത് നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇവിടെ വന്നാൽ. സൂപ്പർ ലോട്ടസ് ടെമ്പിൾ. സോ നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ, ഒരുപാട് പേര് വരുന്ന ഏരിയ ആണിത്.
അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ നല്ല അടിപൊളി ഒരു പൂൾ മാതിരി സൂപ്പറാക്കി വെച്ചിട്ടാ. ആരും അങ്ങനെ വേസ്റ്റ് ഒന്നും ഇവിടെ വേസ്റ്റ് ഒന്നും പ്ലാസ്റ്റിക്കിനൊന്നും അങ്ങനെ ഇട്ട് ആരും വേസ്റ്റ് ആക്കാതിരിക്കണം. ഇവിടെയൊക്കെ മിക്കവാറും എല്ലാ സ്ഥലവും ഞാനിപ്പോൾ വന്നപ്പോൾ ക്ലീനിങ് വളരെ പ്രശ്നമാണ് ഇന്ത്യയിൽ. അതുപോലെ ഭക്ഷണം ഭയങ്കര പ്രശ്നമാണ്. നീറ്റില്ല, ഹൈജീൻ ഇല്ല, ക്ലീനിങ് ഇല്ല, വൃത്തിയില്ല. ഇതൊക്കെയാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയത്. അത് ഞാൻ കാശ്മീരിൽ നിന്ന് യാത്ര തുടങ്ങി ഞാൻ ഡൽഹി വരെ എത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യമാണ്. എനിവേ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ചെരുപ്പ് ഇവിടെ കൊടുക്കണം കേട്ടോ. ഈ സഞ്ചിയിലാക്കിയിട്ട് ചെരുപ്പ് നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് പോകണം. അകത്ത് അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ ഫോട്ടോ അലൗഡ് ആണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇതിൽ പുറത്ത് നിങ്ങൾ കണ്ടോട്ടോ. ഇത് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയല്ലേ, മാർബിളിൻ്റെ തടിയുണ്ടോ. അപ്പോൾ ഇതാണ് ബഹായ് ഹൗസ് ഓഫ് വർഷിപ്പ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് കേട്ടോ ബഹായി സെൻറ്ററുകൾ. അപ്പോൾ നമുക്ക് വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. അതിൻ്റെ അകത്ത് കയറി, അതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഇരിക്കാനേ പറ്റൂ. നമുക്ക് ജസ്റ്റ് ഇരുന്നിട്ട് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം. അവരുടെ മതവിശ്വാസം ഏതാണ്, അവരവരുടെ മതവിശ്വാസം ഏതാണ്, ആ രീതിയിൽ അവിടെ പ്രാർത്ഥിക്കാം, എന്നിട്ട് പുറത്തിറങ്ങാം. വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. വീഡിയോ ഒന്നും ഫോട്ടോസൊന്നും അകത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പുറമേയുള്ള കാഴ്ചയാണ്. പുറത്ത് നല്ല അടിപൊളി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഇവിടെ അത്രയും നല്ല സ്ഥലത്ത് വേസ്റ്റ് ആക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു വെള്ളം കുടിച്ച് അവിടെ ഒറ്റ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം കൊണ്ടുവരുമല്ലോ, വെള്ളം കുടിച്ച ശേഷം ഒറ്റ കളയൽ. ഇതൊക്കെ എപ്പോഴാണ് ബോധം വരിക? ഒന്നെങ്കിൽ ബാഗിൽ വെക്കുക, അവിടെ ഡസ്റ്റ്ബിൻ ഇല്ലെങ്കിൽ ബാഗിൽ വെക്കുക, ഡസ്റ്റ്ബിനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ അത് അങ്ങനത്തെ സ്ഥലത്ത് ഇടുക. ഇത് ചില സ്ഥലത്ത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അതാണ് യൂറോപ്യന്മാർ മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഇന്ത്യൻസിന് തീരെ ഹൈജീൻ ഇല്ലെന്ന്. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറ്റപ്പെടുന്നതല്ല, ഹൈജീൻ വളരെ കുറവാണ്. അത് ഒരുപാട് പറയാനുണ്ട്. സ്ട്രീറ്റ് ഫുഡിൻ്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ്. റെയിൽവേയിലെ ടോയ്ലറ്റും കാര്യങ്ങളും വരുന്ന യാത്രയാണല്ലോ അതിൻ്റെ അപ്പുറത്തെ കാര്യമാണ്. ബസ് സ്റ്റാൻഡൊക്കെ ചില ബസ് സ്റ്റാൻഡുകൾ എൻ്റെ അമ്മോ പേറ്റ തള്ള സഹിക്കൂല എന്ന് പറയണം നമ്മൾ. അപ്പോൾ ഇവിടെയും പോലും ചില സ്ഥലത്ത് പ്ലാസ്റ്റിക്കുകൾ, ഇവിടെ അങ്ങനെ പ്ലാസ്റ്റിക് ഇല്ല, എന്നിരുന്നാലും ആ പൂളിൻ്റെ അവിടെ ആ കുളമില്ല, പൂളിൻ്റെ അവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിനെന്താ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര പറഞ്ഞാലും അതനുസരിക്കാത്ത ആൾക്കാരാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഡസ്റ്റ്ബിൻ ഇല്ലെങ്കിൽ, അതായത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ തന്നെ വെക്കുക, നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക പ്ലാസ്റ്റിക് ബോട്ടിൽ. നമ്മളത് കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തിറങ്ങി എവിടെയാണോ ഡസ്റ്റ്ബിൻ ഉള്ളത് അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക, ഇടുക. ഓക്കെ, അല്ലാണ്ട് അത് വെള്ളം കുടിച്ച് കണ്ട സ്ഥലത്ത് ഒറ്റ വലിച്ചെറിഞ്ഞ്, ഇതേപോലെ നല്ല മനോഹരമായി പരിപാലിക്കുന്ന സ്ഥലത്ത് ഒറ്റ വലിച്ചെറിയുക. ചോക്ലേറ്റ് കഴിച്ചു അതിൻ്റെ കവർ എടുത്ത് കളയുക, അല്ലെങ്കിൽ ലൈസ് അല്ലെങ്കിൽ കുറുകര കഴിച്ചു അതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയുക, കാണുന്ന സ്ഥലത്ത് കളയുക. ഒരിക്കലും ചെയ്യരുത്. ഇവിടെ ഇത്രയും സ്റ്റാഫുകൾ ഇത്രയും ആക്റ്റീവ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്. മറിച്ച് ഇവിടെ സ്റ്റാഫുകളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ള് വേസ്റ്റ് ആയിരിക്കും. ഓക്കെ, എനിവേ ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ്. ഓക്കെ, ബൈ.